എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അരോമാറ്റിക് പ്ലാന്റ്സിൽ റോസ്മേരിയും പുതിനായും ഒക്കെ പോലെ തന്നെ ഉള്ള ഒരു ചെടിയാണ് തൈം. മലയാളത്തിൽ അതിന് തോട്ടത്തുളസി എന്നാണ് പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ മറ്റ് യൂറോപ്യൻ കൺട്രീസിലുമൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണിത്. റോസ്മേരി പോലെ തന്നെ വീട്ടിൽ നട്ടു വളർത്താവുന്നതും അതുപോലെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ, ഭക്ഷ്യവസ്തുക്കളിൽ ചേർത്ത് ഉപയോഗിക്കാവുന്നതുമാണ്. നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് ഒത്തിരി ഗുണങ്ങൾ പറയുന്നത് കേൾക്കാം. ഇത് ആസ്മാറ്റിക് പ്രോബ്ലത്തിന് നല്ലതാണെന്നും, അതുപോലെ ഹൈ പ്രഷറുള്ളവർക്ക് പ്രഷർ കുറയ്ക്കുമെന്നും, വൈറ്റമിൻസിൻ്റെ കലവറയാണെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. എന്നാൽ നട്ടു വളർത്തിയാൽ ഇത് നമ്മൾ കടിഞ്ചായയൊക്കെ ഇടുമ്പോൾ നല്ലതാണ്. അപ്പോൾ പുതിനയുടെ ഒരു ഇലയിട്ട് കടിഞ്ചായിട്ട വളരെ ഹൃദ്യമാണ്. അതുപോലെ തന്നെയാണ് റോസ്മേരി. അതുപോലെ തന്നെ ഒരു ചെടിയാണ് ഈ തോട്ടത്തുളസി അല്ലെങ്കിൽ തൈം. അത് ഒത്തിരി വെള്ളം നിൽക്കാതിരുന്നാൽ മതി. ഒത്തിരി വെയിലടിക്കാതെ സൂക്ഷിച്ചാൽ നമുക്ക് വീടിൻ്റെ പരിസരത്ത് തന്നെ നട്ടു വളർത്താവുന്നതാണ്. ഇത് വിദേശീയനമാണ്, പക്ഷെ നമ്മുടെ നാട്ടിലും നമ്മുടെ കാലാവസ്ഥയിലും വളരുന്ന ഒന്നായിട്ടാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ 3-4 ചെടികൾ ഞാൻ നട്ടു വളർത്തിച്ചത് ആണിത്. ഇതെല്ലാം അതെ. ഇതിൻ്റെ ഇല വളരെ ചെറുതാണ്. ഈ തൈമിൻ്റെ ഇല വളരെ ചെറുതാണ്. നമ്മൾ റോസ്മേരിയായിട്ട് നോക്കുമ്പോൾ അതിനേക്കഴിഞ്ഞും ചെറിയ ഇലയായത്. ഇതാണ് റോസ്മേരിയുടെ ഇല കാണിക്കുന്നത്. റോസ്മേരിയുടെ ഇലയ്ക്ക് അല്പം വലിപ്പമുണ്ട്. അതിന് അതിൻ്റേതായൊരു സുഗന്ധമുണ്ട്. അതും ചായക്കകത്തിട്ട് കുടിക്കാനൊക്കെ വളരെ നല്ലതാണ്. ഇതിനെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഭക്ഷ്യ സാധനങ്ങൾ, പ്രത്യേകിച്ച് സാമ്പാർ പോലുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ അതിന് നല്ലൊരു സ്മെല്ല് കിട്ടും, ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. അതുപോലെ കടിഞ്ചായക്ക് വളരെ നല്ലതാണ്. കടിഞ്ചായക്ക് തന്നെ ഉപയോഗിച്ച് നോക്കി. അല്പം ഇട്ടാൽ മതി. ആരെങ്കിലും ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ കടിഞ്ചായ ഇട്ട് കൊടുക്കുമ്പോൾ, അതിൽ പെട്ടെന്ന് ചായക്ക് പാലില്ല, ഒരു കടിഞ്ചായ ഇട്ട് കൊടുത്താൽ ഹൃദ്യമായിട്ട് ഉള്ള ഒരു ചായ ഇട്ടാനായിട്ട് സാധിക്കും. ഇത് ഉണങ്ങി വെച്ചാലും നല്ലതാണെന്നാണ് പറയുന്നത്. പെരിയാർ സ്പൈസ് ഗാർഡനിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്പൈസസും അതുപോലെ മെഡിസിനൽ പ്ലാന്റ്സും അരോമാറ്റിക് പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ കാണാനായിട്ട് എല്ലാവർക്കും നല്ലൊരു അവസരമാണ്.